ഹായ് എസ്എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോയില് നമ്മുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കാത്ത, അതായത് വളരെ പോസിറ്റീവായ രീതിയിൽ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് മോശമായിട്ട് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പിനെ നല്ല രീതിയിലാവില്ല, മോശമായ രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അത് ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാവും നമ്മളൊരു ബന്ധത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. അത് നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും ശ്രദ്ധിച്ചേ പറ്റൂ. സോ ഒരു റിലേഷൻഷിപ്പിനെ തെറ്റായ രീതിയിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചീത്ത പറയൽ, കുറ്റപ്പെടുത്തൽ, ഇതൊക്കെയാണ്. അതായത് നമ്മൾ കുറേ പേരെ ഞാൻ കാണാറുണ്ട്, അവരുടെ പാർട്ട്ണർ മേ ബി ചെറിയൊരു കാര്യമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വലിയൊരു കാര്യമായിട്ട്, വലിയൊരു തെറ്റായിട്ട് അതിനെ പറയുന്ന ചില ആളുകളെ ഞാൻ കാണാറുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മുടെ പാർട്ട്ണറുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളെയാണ് ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം ഫീൽ ചെയ്യും? ആ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. അതായത് എംപതി നമുക്ക് ഉണ്ടായിരിക്കണം, അത്യാവശ്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു കാര്യം. അവർ ചെയ്ത കുറ്റവും തെറ്റൊക്കെ ഭയങ്കരമായിട്ട് വലുതാക്കി പറയുക, എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളതൊക്കെ, ഈ കുറ്റപ്പെടുത്തലോ ചീത്ത പറയലോ ഒന്നും അല്ല ആരും ഇഷ്ടപ്പെടുന്നത്. ആർക്കും അത് ഇഷ്ടമല്ല. നമുക്ക് എപ്പോഴും വേണ്ട എന്താണെന്നറിയോ? നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുക, നമ്മളോട് ബഹുമാനം കാണിക്കുക, നമ്മളോട് എപ്പോഴും വളരെ നല്ല രീതിയിൽ, അതായത് റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, അഭിനന്ദനങ്ങൾ നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചീത്ത പറയലും കുറ്റപ്പെടുത്തലുമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് ആ ബന്ധം ഇല്ലാതാക്കാൻ കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നീ ഇത് ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യരുത്. ഇത് കൂടുതൽ പ്രതിരോധ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കുറ്റപ്പെടുത്തലും ചീത്തയും ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ഉണ്ടല്ലോ, തീരെ നല്ലതല്ല. പലരും ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മിണ്ടാതിരിക്കും, ഭയങ്കര സൈലന്റ് ആവും. ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടില്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആളെ മിണ്ടില്ല. ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊന്നും നല്ലതല്ല. പലരുടെയും ചിന്ത എന്ന് പറയുന്നത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും, അപ്പൊ ആള് മാറും നോക്കിയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് ഭ്രാന്ത് വരും. അതായത് അവർക്ക് അത്ര ദേഷ്യം വരും എന്നുള്ളതാ. എന്ത് കാര്യത്തിനാ മിണ്ടാതിരിക്കണേന്ന് പോലും ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല. പലരും വിചാരിക്കണ്ടാവും, ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ട് ഇപ്പം എന്നോട് മിണ്ടാത്തത്, ഇവളെന്നോട് മിണ്ടാത്തത്, അല്ലെങ്കിൽ ഇവൻ എന്നോട് മിണ്ടാത്തത്, ഇങ്ങനെയൊക്കെ വിചാരിക്കും. സംഭവം ആളുടെ മൈൻഡിൽ ആ ഒരു കാര്യമേ ഉണ്ടായിരിക്കില്ല. ഒന്നും വിചാരിച്ചിട്ടാവില്ല ചിലപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളത് ഭയങ്കര വലിയൊരു പ്രശ്നമായി ഇങ്ങനെ എടുത്ത് സീനാക്കിയിട്ടൊക്കെ പോകുന്നുണ്ടാവും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് തുറന്നു പറയുക. അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അത് തുറന്നു പറയുക. എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്, സോ എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമായി, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അവരത് മനസ്സിലാക്കും. നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാല് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് കാര്യം, നിങ്ങൾക്ക് എന്തിനാണ് ദേഷ്യം വന്നത്, ഇതൊന്നും ആൾക്ക് മനസ്സിലാവില്ല. ആൾക്ക് ദിവ്യശക്തി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ഒരാളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ഒരാളെന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ഒരു കാര്യം പറയണ സമയത്ത് അത് കേൾക്കാതെ മുൻവിധി പറയാന്നൊക്കെ പറയില്ലേ, അതായത് അവര് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോലും ഉണ്ടാവില്ല, അതിന് മുന്നേ കയറിയിട്ട് നീ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ നീ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, അതായത് എന്തുകൊണ്ട് നിനക്കപ്പം അങ്ങനെ തോന്നിയത് എന്നുള്ള കാര്യം ചോദിക്കുക. മേ ബി അവർ ചെയ്തത് തെറ്റാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ എന്തിനാ ചെയ്തത്, അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുമല്ലോ, ആ രീതിയിൽ നല്ലതല്ല. നേരെ മറിച്ച് നിനക്ക് എന്താ അങ്ങനെ ചെയ്യാൻ എന്താ തോന്നിയത്, എന്താ അതിന്റെ കാരണം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അത് വളരെ കൂളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ അവരെ കാര്യം പറഞ്ഞു തരും. അതല്ലാതെ മുൻവിധിയോട് കൂടിയിട്ട് ആ കാര്യത്തെ കാണുക, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, അതൊന്നും നല്ലതല്ല. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കേൾക്കാതെ അവർ പറയുന്നതിന് മുന്നേ കയറിയിട്ട് അതിനെ വിധി പറയുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കുക ചെയ്യുള്ളൂ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അധികമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ നിങ്ങളെ കുറിച്ച് ഒരു കാര്യം പറയാണ്, മേ ബി നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് വിചാരിക്കുക, പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സംവാദം ആണ് അവിടെ സംഭവിക്കുന്നത്. അതൊന്നും നല്ലതല്ല. അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, ഇങ്ങനെയല്ല ഉണ്ടായത്, ഇതാണ് സംഭവിച്ചത്,
എന്നുള്ള കാര്യം നിങ്ങൾക്ക് തുറന്നു പറയാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യം എന്താണെന്നുള്ളത് ആൾക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പറയണ്ടാവുക. അപ്പൊ നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. ഇങ്ങനെ ഉണ്ടായത്, അല്ലാണ്ട് അതൊന്നും അല്ല, നീ എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കണം, അല്ലെങ്കിൽ നീ ഇതിൽ ആരാന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കുന്ന ആൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അവര് ചിലപ്പോൾ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരെ പറഞ്ഞ് തിരുത്താം, അതിനെ വളരെ കൂളായ രീതിയിൽ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇവരങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം, ഓക്കെ അത് പറഞ്ഞ് തിരുത്താൻ പറ്റുന്നതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് തിരുത്തി കൊടുക്കുക. അതല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ പ്രതിരോധ രീതി ഒരുപാട് നിങ്ങൾ എടുക്കരുത്. അതൊരിക്കലും നല്ലതല്ല. അതൊരു സംവാദമായിട്ട് മാറും, ഒരു തർക്കമായിട്ട് മാറും, പിന്നീട് അതൊരു പ്രശ്നമായിട്ട് മാറും. രണ്ടുപേരും തമ്മിൽ മിണ്ടാതെ ആവും, പിന്നെ റിലേഷൻഷിപ്പ് ഇല്ലാതെ ആവും, അങ്ങോട്ടൊക്കെ കൊണ്ടുപോവുക. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ന്യായീകരിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഓവറായിട്ട് ന്യായീകരിക്കുന്ന രീതി നല്ലതല്ല. ഇനിയിപ്പോ നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണെന്നിരിക്കട്ടെ, തെറ്റാണെങ്കിൽ നിങ്ങൾ ന്യായീകരിക്കുന്നതേ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ന്യായീകരിക്കാം, എങ്കിലും ഓവറായിട്ട് ന്യായീകരിക്കരുത്. തെറ്റാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെ ഒത്തിരി വേദനിപ്പിക്കുന്ന അവരുടെ പഴയ കാലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഒരു രീതി ഉണ്ടല്ലോ, സംസാര രീതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. നമുക്ക് എല്ലാവർക്കും പാസ്റ്റ് ലൈഫിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലതൊന്നും നമ്മൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളെ ആരാണോ അത് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് തോന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിങ്ങനെ അവരുടെ ലൈഫിൽ അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക, കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവർ ചെയ്ത എന്തെങ്കിലും കാര്യം എടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവർക്ക് കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ എഴുന്നേറ്റ് പോവും, ചിലപ്പോൾ നിങ്ങളെ വേണ്ടാച്ച് പോവും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളുടെ കൂടെ തന്നെ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക അവർക്ക് നിങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ആണ് ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും കേൾക്കാനോ ഒന്നിനും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്താണ് നിങ്ങൾ ആലോചിക്കുക. ആ ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും എന്താണ് അതിന്റെ വിഷമം എന്നുള്ളത്. നല്ലതല്ല. എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളും മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്. അപ്പൊ നമ്മളാണ് പരസ്പരം മനസ്സിലാക്കേണ്ടത്. വേദനിപ്പിക്കുന്നതിലല്ല, സന്തോഷിപ്പിക്കുന്നതിലാണ് കാര്യമുള്ളത് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ പൂർവ്വകാല കാര്യങ്ങളൊന്നും ചകഞ്ഞെടുത്ത് കുറ്റപ്പെടുത്തി പറയാതിരിക്കുക, അത് ബന്ധമില്ലാതെയാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കാൻ സാധ്യതയുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. ആ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുന്നതാവും ഏറ്റവും ബെറ്റർ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സംസാരിക്കരുത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും മനസ്സിലാക്കട്ടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്